എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. അതിലെ 8 ആക്ടിവിറ്റീസിൻ്റെ ഉത്തരവാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു ആക്ടിവിറ്റിക്ക് 5 മാർക്ക് വീതം, 8 ആക്ടിവിറ്റിക്ക് മാക്സിമം 40 മാർക്സാണ് നമുക്കുള്ളത്. 2 hours ആണ് നമ്മുടെ സമയം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, മെഡീവൽ ഇന്ത്യ മുഗൾ റൂൾ. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ മുഗൾ എംപയർ ഗിവൺ ബിലോ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന മുഗൾ എംപയേഴ്സിൻ്റെ പേരുകൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബാബർ, ഹുമയൂൺ, ജഹാംഗീർ, അക്ബർ, ഔറംഗസേബ്, ഷാജഹാൻ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഓർഡറിൽ എഴുതാം. അതിൻ്റെ ആൻസർ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പോൾ ആക്ടിവിറ്റി 1ൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ മുഗൾ വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറും മുഗൾ എംപയറും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് 3-4 എക്സാമ്പിൾ നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തേലേക്ക് കടക്കാം. മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദ മുഗൾ ഇറ. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദരാഷുക്, ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ. ഷാജഹാൻ്റെ മകനായ ദരാഷുക്കാണ് മഹാഭാരത പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. അതൊരു നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തേത്, ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബോട്ട് ഹിയർ ബൈ ദ മുഗൾസ്. അതായത് മുഗൾസ് ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷനാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്. അടുത്തതായി, ഉറുദു എ ലാംഗ്വേജ് വാസ് ഓൾസോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഉറുദു എന്ന് പറയുന്ന ഒരു പുതിയ ലാംഗ്വേജ് ഉണ്ടായി. അത് പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടായ ഒരു ഭാഷയാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് വാസ് ഓൾസോ ഒറിജിനേറ്റ്. അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്, മുഗൾ പീരീഡിലാണ്. അപ്പോൾ ഇതാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഭാഗമാണ്. ഇവിടെ ഒരെണ്ണമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഈ 4 എണ്ണം പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. അടുത്തായി സി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന നിർമ്മിച്ചപ്പോൾ അക്ബറിൻ്റെ എയിം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇൻ 1575 അക്ബർ ബിൽഡ് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയസ് യൂസ്ഡ് ടു ഗാദർഡ് ഹിയർ. ദീസ് ഡിസ്കഷൻസ് സ്പീക്ക് വോളിയം അബൌട്ട് അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അക്ബറിൻ്റെ റിലീജിയസ് ടോളറൻസ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പല മതത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമായിരുന്നു ഇബാദത്ത് ഖാന. അത് പുതിയ ക്യാപിറ്റലായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിലാണ് നിർമ്മിച്ചത് 1575. ആക്ടിവിറ്റി 2, ദ വിജയനഗര റൂൾ. അതിലെ എ ക്വസ്റ്റ്യൻ, ഹു ഡിസ്കവേർഡ് ദ റൂയിൻസ് ഓഫ് ഹംപി, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വിജയനഗര എംപയർ. വിജയനഗര എംപയറിലെ ക്യാപിറ്റൽ സിറ്റിയായ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. അത് കേണൽ മക്കൻസിയാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, ദ സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗ്ഗജാസ് അഡോൺ ദ റോയൽ കോർട്ട് ഓഫ് വിച്ച് കിങ്. ഏത് രാജാവിൻ്റെ കോർട്ടിനാണ് ഈ അഷ്ടദിഗ്ഗജാസ് അലങ്കരിച്ചിരുന്നത്? അതിൻ്റെ ആൻസർ കൃഷ്ണദേവരായയാണ്. അതിൻ്റെ സി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൾച്ചറൽ പ്രോഗ്രസ് ഓഫ് വിജയനഗര പീരീഡ്. വിജയനഗര പീരീഡിലെ കൾച്ചറൽ പ്രോഗ്രസ് ആണ് അടുത്ത ചോദ്യം. ഡ്യൂറിംഗ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. വിജയനഗര പീരീഡിൽ കൾച്ചറൽ ലൈഫിന് ഒരു വലിയ പ്രോഗ്രസ് ഉണ്ടായി. മെനി സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കുന്നതിന് ധാരാളം സ്കൂളുകൾ നിർമ്മിക്കപ്പെട്ടു. ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡൻറ്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അതായത് ആർട്ടിനും ആർക്കിടെക്ചറിനും സ്കൾപ്ചറിനും ലിറ്ററേച്ചറിനും മ്യൂസിക്കിനുമൊക്കെ വിജയനഗര പീരീഡിൽ അഭൂതപൂർവമായ ഒരു വളർച്ചയുണ്ടായി. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വാസ് പാട്രൺ ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. കൃഷ്ണദേവരായ പോലെയുള്ള രാജാക്കന്മാർ ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഒക്കെ രക്ഷാധികാരികളായിരുന്നു. ദ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡൊമിനൻറ്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ദ്രാവിഡൻ സ്റ്റൈലിലുള്ള നിർമ്മാണ രീതികളായിരുന്നു ഈ പീരീഡിൽ ഉണ്ടായിരുന്നത്. Another important feature of Vijayanagara style of sculpture was the gigantic temple gate known as Gopurams
ഗോപുരംസ് എന്നറിയപ്പെടുന്ന ഭീമാകാരമായിട്ടുള്ള ടെമ്പിൾ ഗേറ്റുകൾ ഉണ്ടായിരുന്നു. അത് ഈ വിജയനഗര പീരീഡിലെ ഒരു പ്രത്യേകതയായിരുന്നു. ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രമെൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിലും വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായി. തെലുങ്ക് ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. തെലുങ്ക് ലിറ്ററേച്ചർ ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിരുന്നത്. ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക്സ് വെയർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ പല സംസ്കൃതത്തിലുള്ള വർക്കുകളും മറ്റു ഭാഷകളിലേക്ക്, മറ്റ് ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 2. അടുത്തത് ആക്ടിവിറ്റി 3, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. അത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിന് 2 ഭാഗങ്ങളുണ്ട്, അത് നോക്കാം. എ പാർട്ട് അനുഭവ മണ്ഡപം, ദോഹ, ജയദേവൻ, മീരാഭായ്. അതിൻ്റെ ബി പാർട്ട് ഗീതാ ഗോവിന്ദം, ഭക്തി മൂവ്മെൻറ്റ്, ബസവണ്ണ, കബീർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. അനുഭവ മണ്ഡപം ബസവണ്ണ, ദോഹ കബീർ, ജയദേവൻ ഗീതാ ഗോവിന്ദം, മീരാഭായ് ഭക്തി മൂവ്മെൻറ്റ്. B question, write a note on the changes in the South Indian Bhakti movement brought about in the social system. അതായത് നമ്മുടെ ഭക്തി മൂവ്മെൻറ്റിലെ എന്തൊക്കെ ചേഞ്ചസുകളാണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായത് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പുസ്തകത്തിൽ തന്നിരിക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻ്റ് ആണ്. അവിടെയാണ് അതിൻ്റെ ആൻസർ ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ക്വസ്റ്റ്യൻഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ബ്രാഹ്മിൻസ്. അതായത് ബ്രാഹ്മിൻസ് എൻജോയ് ചെയ്തിരുന്ന പ്രിവിലേജസുകളൊക്കെ ഈ മാറ്റി നിർത്തപ്പെട്ട കാസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തു. ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ബിഗാൻ ടു എമർജ്. സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എമർജ് ചെയ്തു വന്നു. വിമൻ ആർ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ഇൻ അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിൽ സ്ത്രീകൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. തോട്ട്സ് അബൌട്ട് ദ ഐഡിയ ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ വെയർ ഫോംഡ്. അതായത് മെന്നും വിമനും ഒരേപോലെയുള്ള ആളുകളാണ്, അല്ലെ ഇക്വാലിറ്റി ഉള്ള ആളുകളാണെന്നുള്ള ചിന്ത ഉയർന്നു വന്നു. എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നസ് ഓഫ് ഒക്കുപ്പേഷൻ. തൊഴിലിൻ്റെ മഹത്വം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ആക്ടിവിറ്റി 4, ദ ഇമ്പാക്റ്റ് ഓഫ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വെബ്. അതിനകത്ത് തന്നിരിക്കുന്നത് ഇത് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. അതിൽ ഒരു ആൻസർ വന്നിട്ടുണ്ട്, റിലീജിയസ് ടോളറൻസ്. അതായത് ഭക്തി സൂഫി ഐഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്. ബാക്കി 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാക്കി 2 അല്ല, അതിൽ കൂടുതൽ നോക്കാം. ആറ്റിറ്റ്യൂഡ് എഗനസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായി. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് ക്വസ്റ്റ്യൻസിനെതിരായിട്ടുള്ള ആചാരങ്ങൾക്കെതിരായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹ്യ സമത്വം ഉണ്ടായി. ബ്രദർഹുഡ് ആൻഡ് ഹ്യൂമാനിറ്റി, സാഹോദര്യം മനുഷ്യത്വമൊക്കെ ഉയർന്നു വന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യം വന്നു. മോണോത്തിസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്, അത് ഉയർന്നു വന്നു. ഗ്രോത്ത് ഓഫ് വെർണക്കുലർ ലാംഗ്വേജസ്, അതായത് പ്രാദേശിക ഭാഷകളുടെ വളർച്ച ഉണ്ടായി. ഇതൊക്കെയാണ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ദ ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണക്കുലർ ലാംഗ്വേജ്. വെർണക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾ വളരുന്നതിന് ഭക്തി മൂവ്മെൻറ്റ് എങ്ങനെ സഹായിച്ചു എന്നാണ് ചോദ്യം. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റ്സ് used vernacular languages to spread their ideas among common people. This led the growth of regional language. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ്, അവരുടെ ഭക്തി സൂഫി പ്രചാരകർ വെർണക്കുലർ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഐഡിയകളൊക്കെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ. അത് സാധാരണ മനുഷ്യരിലേക്ക് അങ്ങനെ എത്തിക്കുന്നത് കാരണം ആ ഭാഷകളുടെ വളർച്ചയും ഉണ്ടായി. Many devotional poems were composed in languages like Tamil, Punjabi, Bengali, Marathi, Telugu, Kannada, Malayalam, etc. അപ്പോൾ തമിഴിലും പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം ലാംഗ്വേജുകളിലൊക്കെ ധാരാളം പോയംസുകൾ, ഡിവോഷണൽ സോങ്സ്, അതായത് ഭക്തിഗാനങ്ങളൊക്കെ രചിക്കപ്പെട്ടതുകൊണ്ട് ആ ഭാഷകൾക്ക് അതിൻ്റേതായ ഒരു ഉണർവുണ്ടായി. Many other literature works in vernacular language were also composed. അതുപോലെ തന്നെ മറ്റ് സാഹിത്യ സൃഷ്ടികളും ഈ ഭാഷകളിൽ രൂപപ്പെടാൻ ഇത് കാരണമായി. ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇൻ്റഗ്രേഷൻ. അതായത് ഉറുദു എന്ന് പറയുന്ന പേർഷ്യൻ ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജും കൂടെ കമ്പൈൻ ചെയ്തുണ്ടായ ഭാഷയായ ഉറുദു എന്ന് പറയുന്നത് ഈ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റൈറ്റർ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉറുദു സാഹിത്യകാരനായിരുന്നു അമീർ ഖുസ്രു. കബീർസ് ദോഹ എൻറിച്ച്ഡ് ദ ഹിന്ദി ലാംഗ്വേജ്. കബീറിൻ്റെ ദോഹാസ് ഹിന്ദി ലാംഗ്വേജുകളെ എൻറിച്ച് ചെയ്യുന്നതിന്, അതിൻ്റെ പരിപോഷിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമായി.
Mahabharata, Ramayana and other works have been translated into various regional languages. This led to the rejuvenation of language and literature. അതായത് മഹാഭാരതയും രാമായണവും ഒക്കെ മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും ഇതുപോലെയുള്ള ഭാഷകൾക്ക് വളരുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആൻസർ. ആക്ടിവിറ്റി 5, ദ മൈൽ സ്റ്റോൺ ഇൻ ദ മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ആക്ട് വി ഫോളോ അൻറ്റിൽ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതുവരെ നമ്മൾ ഏത് ആക്റ്റാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ 1935. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ സി ക്വസ്റ്റ്യൻ, ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അതിൻ്റെ ഏതെങ്കിലും 3 ഫീച്ചർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കാം. പാർലമെൻ്ററി ഡെമോക്രസി, പോപ്പുലർ സോവറിനിറ്റി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, റൂൾ ഓഫ് ലോ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, ഫെഡറലിസം, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, സോഴ്സ് ഓഫ് ലോ. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ടു വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിയത്? അമെൻമെൻറ്റ് 86. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഐഡിയാസ് വെയർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976. ഏതൊക്കെ ഐഡിയകളാണ് 1976 പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടത്? അത് സോഷ്യലിസം, സെക്യുലറിസം, ഇൻ്റഗ്രിറ്റി. അടുത്തതായി സി ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അതിനകത്ത് 5 കാര്യങ്ങൾ തന്നിരിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ റൈറ്റ് മെൻഷൻ ഇൻ ദ കൊളാഷ്. അതായത് ഈ കൊളാഷിൽ തന്നിരിക്കുന്നത് കുട്ടികളുടെ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ലോസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് തന്നിരിക്കുന്നു. അടുത്ത 2 എണ്ണം കൂടെ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇത്രയാണ് ആക്ടിവിറ്റി 6. അടുത്തത് ആക്ടിവിറ്റി 7, ഹൂ ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, ദ സ്ട്രഗിൾ ലെഡ് ബൈ മഹാത്മാ അയ്യങ്കാളി ടു പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദോസ് ഡിനൈഡ് എഡ്യൂക്കേഷൻ എക്സ്പ്ലെയിൻ. അതായത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാത്തതുമായി ബന്ധപ്പെട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വെയർ ഡിനൈഡ് ടു ദ സോ കോൾഡ് ലോവർ കോസ്റ്റ് ബൈ ദ ഹൂസ് കൺസിഡേർഡ് ദംസെൽവ്സ് ആസ് അപ്പർ കാസ്റ്റ്. അതായത് അപ്പർ കാസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ എന്താണ്, ഈ ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. മഹാത്മാ അയ്യങ്കാളി വർക്ക് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഡിപ്രൈവ്ഡ്. അതായത് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി മഹാത്മാ അയ്യങ്കാളി പ്രവർത്തിച്ചു. ദ ഗ്രേറ്റ്നെസ് ഓഫ് അയ്യങ്കാളി ഈസ് ദാറ്റ് ഹി റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ആസ് ദ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് അയ്യങ്കാളി എന്താണ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു, അതായത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം ഒരു ടൂളാണ് എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഹു വാസ് ദ സോഷ്യൽ റിഫോമർ യൂസ്ഡ് ദ ടേം ദളിത് ടു ഡിസ്ക്രൈബ് എ കമ്മ്യൂണിറ്റി സബ്ജക്റ്റ് ടു കാസ്റ്റ് ആൻഡ് റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷൻ. എൻ്റെ ആൻസർ ജ്യോതിറാവു ഫുലെയാണ്. സി ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദ്യം. അത് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അടുത്തതായി ആക്ടിവിറ്റി 8, ട്രൈബൽസ് ആർ എ സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് ഹാസ് ബീൻ മാർജിനലൈസ്ഡ് ഡ്യൂ ടു ജെൻഡർ സ്റ്റാറ്റസ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ദ ട്രൈബ്സ് വോൺ ദ നാഷണൽ ഫിലിം അവാർഡ് ആസ് ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ. അതായത് ബെസ്റ്റ് ഫീമെയിൽ സിംഗറായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയ ആദ്യത്തെ ട്രൈബൽ ആയിട്ടുള്ള ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നഞ്ചിയമ്മയാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽസ്. ട്രൈബൽസിൻ്റെ ആർട്ടിസ്റ്റിക്കും കൾച്ചറൽ ആയിട്ടുള്ള ലൈഫിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ നോക്കാം. ട്രൈബൽസ് വെയർ അനദർ ഗ്രൂപ്പ് ഹു ഫേസ്ഡ് സോഷ്യൽ മാർജിനൈസേഷൻ ലൈക്ക് ദ ദളിത്സ്. ദളിത്സിനെ പോലെ സോഷ്യൽ മാർജിനലൈസേഷൻ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് നേരിട്ടിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ് ട്രൈബൽസ് എന്ന് പറയുന്നത്. Tribal people are those who live together in a specific geographic areas, who create their own knowledge and live by applying them since
ടൈം ഇമ്മെമ്മോറിയൽ, അതായത് അറിയപ്പെടുന്നതിന് മുമ്പ് കാലം തൊട്ട് തന്നെ അവർ സ്വന്തമായിട്ടുള്ള അറിവ് ശേഖരിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഏരിയ, അതായത് അവരുടെ ആ ഭൂമിശാസ്ത്രപരമായ ഏരിയയിൽ അവർ താമസിച്ച് അവർ നേടിയെടുത്തിട്ടുള്ള അറിവുകളാണ്. ദേ ഫോളോ their own way of life, art and cultural values. അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫും ആർട്ടും കൾച്ചറൽ വാല്യൂസും ഒക്കെ ഉണ്ട്. ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾ ആർ മോർ വൈഡ്ലി അക്സെപ്റ്റഡ് നൗ ദാൻ എവർ ബിഫോർ. ഇപ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൾച്ചറൽ കോൺട്രിബ്യൂഷനെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ദ ട്രൈബൽ പീപ്പിൾ ഹു ഹാഡ് സുപ്രീം കമാൻഡ് ഓവർ ദ റിസോഴ്സ് ഓഫ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതായത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ടുള്ള വനത്തിലെ റിസോഴ്സുകളുടെ സുപ്രീം കമാൻഡൻ്റ് ആയിരുന്നത് ട്രൈബൽസ് ആണ്. ഗ്രാജുവലി ലോസ്റ്റ് ദിസ് കൺട്രോൾ ആൻഡ് വെയർ സബ്സിക്വൻ്റ്ലി മാർജിനലൈസ്ഡ്. പതിയെ പതിയെ അവർക്ക് ഈ കൺട്രോൾ നഷ്ടപ്പെടുകയും അവർ മാർജിനലൈസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫോർ എ ലോങ് ടൈം ദെയർ എക്സിസ്റ്റഡ് ദ പെർസെപ്ഷൻ ദാറ്റ് ഓൺലി the knowledge, art and culture produced by the dominant sectors of society are valuable. അതായത് ഒരുപാട് കാലം നമുക്കിങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു, നമ്മളെപ്പോലെയുള്ള ആളുകളുടെ നോളജും ആർട്ടും കൾച്ചറും ഒക്കെയാണ് ഏറ്റവും വിലപ്പെട്ടത്, ഈ പറഞ്ഞ ട്രൈബൽസിൻ്റെ അറിവുകളൊക്കെ അത്ര വിലപ്പെട്ടതല്ല എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. ബട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, മെഡിസിൻ ആൻഡ് അഗ്രികൾച്ചർ ദ ട്രൈബൽസ് ഹാവ് എക്സലൻറ്റ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ദേ ഹാവ് അക്വയർഡ് ത്രൂ ക്ലോസ് കോണ്ടാക്ട് വിത്ത് നേച്ചർ. അതായത് ഈ ട്രൈബൽസിന് ഈ പ്രകൃതിയുമായിട്ടുള്ള അടുത്ത ഇടപെടൽ മൂലം അവർക്ക് പലതരത്തിലുള്ള അറിവുകൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. അത് ആർട്ടായിട്ടും ലാംഗ്വേജായിട്ടും ലിറ്ററേച്ചറായിട്ടും മെഡിസിനായിട്ടും അഗ്രികൾച്ചറൊക്കെ ആയിട്ട് പലതരത്തിലുള്ള നോളജുകൾ അവർ പ്രകൃതിയിൽ നിന്ന് തന്നെ നേടിയെടുത്തിട്ടുണ്ട്. There are many tribal groups with unique musical tradition. അതായത് ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സുകളുണ്ട്, യുണീക്കായിട്ടുള്ള മ്യൂസിക്കൽ പാരമ്പര്യമുള്ള സംഗീത പാരമ്പര്യമുള്ള ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സുകളുണ്ട്. They also have the expertise to make and to use a variety of musical instruments like pere, tudi, ദവിൽ എക്സെട്ര. അതായത് അവർക്ക് പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ നിർമ്മിക്കാനും അത് പ്ലേ ചെയ്യാനും ഒക്കെ അറിയാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പെരെ, തുടി, ദവിൽ എക്സെട്ര. അടുത്തതായി ആക്ടിവിറ്റി 9, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേർഡ്സ് ഫ്രെയിമിംഗ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ദ നാഷണൽ മൂവ്മെൻറ്റ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് നാഷണൽ മൂവ്മെൻറ്റുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ സംഭാവന എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകും. അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷേർഡ്, അതായത് വ്യക്തികളുടെ റൈറ്റ്സുകൾ, അവകാശങ്ങൾ എൻഷേർഡ് ചെയ്യപ്പെട്ടു. ഓൾ റിലീജിയസ് ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷേർഡ്. സാമൂഹ്യ നീതി ഉറപ്പാക്കി. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്, അതായത് ജനാധിപത്യ ഭരണ സംവിധാനം സ്ട്രെങ്തനായി. എൻഷുറിങ് ദാറ്റ് ഓൾ സിറ്റിസൺ ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാ പൗരന്മാരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്നുള്ളത് എൻഷുർ ചെയ്തു. പ്രൊമോഷൻ ഓഫ് ദ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. അതായത് സൊസൈറ്റിയെ ഇക്വാലിറ്റിയും ജസ്റ്റിസും ബേസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തു. എൻഷുറിങ് ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. അതായത് എല്ലാ പൗരന്മാരുടെയും വെൽഫെയറും പ്രോഗ്രസും, അവരുടെ ക്ഷേമവും പുരോഗതിയും എല്ലാം ഉറപ്പ് വരുത്തി. അടുത്ത ബി ക്വസ്റ്റ്യൻ, നെയിം ദ British mission that visited India in 1946 to discuss the transfer of power. അതായത് നമ്മുടെ അധികാരം 1947 അധികാരം ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പറ്റിയുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതാണ് എന്നാണ് ചോദ്യം. എൻ്റെ ആൻസർ ക്യാബിനറ്റ് മിഷൻ. ആക്ടിവിറ്റി 10, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരൻറ്റീസ് ഈക്വലി ടു ഓൾ സിറ്റിസൺ. എല്ലാ സിറ്റിസൺസിനും എന്താണ് ഒരേപോലെയുള്ള ഈക്വലായിട്ടുള്ള പ്രാധാന്യം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുന്നത്. അത് ആർട്ടിക്കിൾ 14 ആണ്. നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. അതായത് റിലീജിയന്, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് പ്രകാരം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അത് ആർട്ടിക്കിൾ 15 ആണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? റൈറ്റ് എനി 3. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ
കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിമിനേഷനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഡിസ്ക്രിമിനേഷൻ ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്. ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ പ്രോഗ്രസിനെ തടസ്സപ്പെടുത്തുന്നു. ക്രിയേറ്റ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, അതായത് സാമ്പത്തികപരമായ ഇൻഇക്വാലിറ്റി നിർമ്മിക്കപ്പെടുന്നു. ഡിനൈ സേഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അതായത് സുരക്ഷിതമായിട്ടുള്ള സാമൂഹ്യ ചുറ്റുപാടുകൾ ഡിനൈ ചെയ്യുന്നു, നിഷേധിക്കുന്നു. അടുത്തത് ടു അച്ചീവ് സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് ഗോൾസ്. സെക്യുലറും സോഷ്യലിസ്റ്റും ആയിട്ടുള്ള നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താണ്? ഡിസ്ക്രിമിനേഷൻ തടയേണ്ടതായിട്ടുണ്ട്. അതേപോലെ എൻഷുറിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആൻസർ. കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 10 ആക്ടിവിറ്റികളാണ് ഉള്ളത്. ഇതിനകത്ത് 8 ആക്ടിവിറ്റികൾ നമുക്ക് ആൻസർ എഴുതേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നത് നല്ല ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.